ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പീഡനക്കഥയാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു. ഇവർ മകനെ കൊണ്ട് കെട്ടിക്കാൻ പോവുകയാണെന്നുള്ള വിവരം കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതിൻ്റെ അറിവുണ്ടായിരുന്നു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് വീണ്ടും ജീവമാതാ കാരുണ്യ ഭവൻ റിലേറ്റഡ് ആയിട്ടാണ്. ഉദയഗിരിജ ഒളിവിലാണ്, എവിടെയെന്നുള്ള ഒരു വിവരമില്ല, ആർക്കും അറിയില്ല. ന്യൂസ് ചാനൽസൊന്നും ഈ ഒരു അനാഥാലയത്തിൻ്റെ പേര് പുറത്തു വിടുന്നില്ല, നടത്തിപ്പുകാരുടെ പേര് പുറത്തു വിടുന്നില്ല. പ്രമുഖ അനാഥാലയം, പ്രമുഖ നടത്തിപ്പുകാരി എല്ലാവരും പ്രമുഖരാണ് അല്ലേ. ഇന്നിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടു. ഈ വീഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ കെന്നഡി ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ. നിങ്ങൾ ഈ ഒരു ജീവമാതാ കാരുണ്യ ഭവൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ വ്യക്തിയുടെ പേര് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ വേറെ പല ആൾക്കാരും, ഇപ്പോൾ സുറുമി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി, അങ്ങനെ ഒരുപാട് പേര്, ഇനിയിപ്പോൾ ആരുടെയും ഞാൻ പേര് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള ഒരു പറ്റം യൂട്യൂബേഴ്സ് ഇത് കൊണ്ടുവന്നിട്ടുള്ള സ്ട്രീറ്റ് ടോക്സ് ആണെങ്കിൽ കൂടെ ഞാൻ ഒരുപാട് വിമർശിച്ചാണ് ഇനീഷ്യലി. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരിലൂടെയൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തൊരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ഇത് ഏറ്റവും വലിയ ഒരു ഒരു അത്രയും ഒരു റെവല്യൂഷൻ പോലെ വന്ന് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ അധികാരികളും പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഈ കെന്നഡി ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, പുള്ളിയാണ് പല കാര്യങ്ങളിലും ഇവരെ കാര്യത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് ഫൈനൽ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ഫൈനൽ ന്യൂസിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അത് 2-3 പാർട്ടായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് ടു ബി കണ്ടിന്യൂഡ് എന്ന് കണ്ടു. ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ 2 കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്ന്, നോക്കൂ, ഈ ഒരു വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള, ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നുമായിട്ട് കണ്ടിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ആര് കൊണ്ടുവന്നു, ആരിത് പുറത്തേക്ക് കൊണ്ടുവന്നു, ആരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചത്, ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരുപാട് പേര് പുറകെ ഓടുന്നൊരു സിറ്റുവേഷൻ കണ്ടു. നോക്കൂ, ഈ വിഷയം, എൻ്റെ അറിവിൽ ഈ വിഷയം ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഷീ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇനി എൻ്റെ തെറ്റായിരിക്കാം. ബാക്കി പലരും അതിനെക്കുറിച്ച് ഏറ്റെടുത്ത് സംസാരിക്കുകയാണ് അതിന് ശേഷം കണ്ടിട്ടുള്ളത്. പിന്നെ പലരും പല രീതിയിൽ ഒക്കെ മോണിറ്റൈസേഷൻ ആസ്പെക്റ്റിൽ പലരും സംസാരിച്ചു. ചില ആൾക്കാർ അതിൻ്റെ പുറകെ കൂടി, ചില ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, ചില ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിനെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടൊരു സംസാര വിഷയമാക്കിയിട്ട് അവിടെ ജീവിക്കുന്ന പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു അവർക്കൊരു സഹായം, അല്ലെങ്കിൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് ജീവിതം തിരിച്ചു കിട്ടാൻ. കാരണം അജാതി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഒരു നിമിത്തമായി എന്നുള്ളതിന് കൺസിഡർ ചെയ്യുന്നതിന് പകരം പല ആൾക്കാരും അതിന് ക്രെഡിറ്റ് എടുക്കുന്നതും അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുന്നതും കണ്ടു. പലരും പല സ്ഥലത്ത് പോയിട്ട് കമൻ്റ് ഇടുന്നു, പലരും വീഡിയോ ഇടുന്നു, ഞാനാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്, ഞാനാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്, ഇതിൻ്റെ പുറകെ കൂടി ഞാനാണ് ഏറ്റവും കൂടുതൽ വോയിസ് ഇട്ടത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആൾക്കാരും പല രീതിയിലുള്ള ക്രെഡിറ്റ് എടുക്കുന്നതായിട്ട് കണ്ടു. ദയവ് ചെയ്ത് ഇതുപോലുള്ള ഇമ്മച്യൂറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പറയാൻ നമ്മൾ ആരുമല്ല, കാരണം എല്ലാവരും വലിയ ആൾക്കാരാണ്. പക്ഷെ എന്നാലും അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ പറയുകയാണ്. സത്യം പറയാം, ഞാൻ ഈ വിഷയത്തിൽ ഇത് ഇത്രത്തോളം ഗ്രാവിറ്റി ഉണ്ടാവും എന്ന് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഫസ്റ്റ്. പക്ഷേ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഒരിക്കലും പിന്നെ അവരെ ന്യായീകരിക്കാനും ഒന്നും നിന്നിട്ടില്ല. നമ്മൾ അതിൻ്റെതായ രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ, ഇത് കണ്ടൊരു വ്യക്തി, ഇതൊക്കെ ഓവർ പീരീഡ് ഓഫ് ടൈം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കണ്ടൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ചെറിയൊരു റിക്വസ്റ്റാണ്. ഇതുപോലെ ഇമ്മച്യൂറായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ്. കാരണം ഞാനാണത് കൊണ്ടുവന്നുള്ള ക്രെഡിറ്റ് എടുക്കുക, ഒരാൾ ക്രെഡിറ്റ് എടുക്കുന്ന സമയത്ത് അതിന് കൊണ്ടുപോയി റിപ്ലൈ കൊടുക്കുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കാറിനാൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ടു ഇമ്മച്യൂർ. ചെയ്ത കാര്യങ്ങളൊക്കെ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കുടം ഉടക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതുപോലത്തെ പരിപാടികൾ ചെയ്തതായിട്ട് തോന്നി. എന്തായാലും നമുക്ക് ഈ കെന്നഡി ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഈ ഒരു വീഡിയോ കാണാം. പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ റിക്വസ്റ്റാണ്, പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുള്ളി വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഡെഡ് ബോഡി കച്ചവടം
ഞെട്ടിപ്പോയി, സീരിയസ്ലി ഞെട്ടിപ്പോയി. നമ്മൾ പല കാര്യങ്ങളായിട്ട് ഇത് പലതും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ അതിനുള്ളിൽ നടക്കുന്നുണ്ടെന്ന കാര്യം അറിയില്ലായിരുന്നു. ഡെഡ് ബോഡി കച്ചവടം, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ക്ലിപ്പ് കണ്ടോ, ആ പെൺകുട്ടി, അതായത് ആ വിവാഹം കഴിച്ചിട്ട് ഇവിടുന്ന് ഗർഭിണിയായിട്ട് അതിൻ്റെ നടത്തിപ്പുകാരുടെ മകൻ കല്യാണം കഴിച്ചിട്ടുള്ള ആ പെൺകുട്ടിയെ പോലും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം അറിയാം. കല്യാണം കഴിച്ച ഈ വ്യക്തി പറയുന്നത് വെച്ചാൽ ഹി വാസ് അവെയർ ദാറ്റ് ഈ കുട്ടി കല്യാണം കഴിക്കുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ. അപ്പം ഞാൻ ആലോചിക്കാം, എന്താ ഇയാളത് അന്ന് അറിഞ്ഞിട്ട് എന്താ ഇതിന് മുന്നേ ഒരു അന്ന് പോക്സോ പരിപാടിയായിട്ട് ഇയാൾ പോവായിരുന്നില്ലേ? ഒരു പക്ഷേ ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അത്രയും പവർഫുൾ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ജീവമാതാ കാരുണ്യ ഭവൻ പക്ക ഫ്രോഡായിട്ടാണ് നാളിന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചുമ്മാ വാഗോണ്ട് അങ്ങ് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. പക്ക ഫ്രോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി, ഓർഫനേജ് ബോർഡ്, സാമൂഹ്യ നീതി വകുപ്പ് ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം അഡ്വക്കേറ്റ് രാജീവ് സാറാണ്. രാജീവ് സാറിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ കേസ് മുന്നോട്ട് വരുന്നതും. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പീഡനക്കഥയാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു. ഇവർ മകനെ കൊണ്ട് കെട്ടിക്കാൻ പോവുകയാണെന്നുള്ളവരും കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതിൻ്റെ അറിവുണ്ടായിരുന്നു. ഇവരെന്ത് വരെയാണ് എത്തിപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മകനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ വ്യക്തിക്ക് അറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്, ഈ സാറിന് അറിയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം പുറത്തേക്ക് വെച്ചിട്ടുള്ള യൂട്യൂബേഴ്സാണ്. ജീവന് യാതൊരുവിധ സെക്യൂരിറ്റിയും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ അവസ്ഥയും അതിൽ വ്യത്യാസമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിന് പുറകെ പ്രവർത്തിച്ച വ്യക്തികൾക്ക് എന്ത് വന്നാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈസി ആയിട്ടൊന്നും ഇത് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകുന്നത്. നോട്ട് ഐ പേഴ്സണലി ഫീൽസ് ഇതൊക്കെ തിരിച്ചു വരുന്ന എവിടേക്കോ എനിക്ക് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പോലെ പറയുന്നു. ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാർ അത്രയും ഹോൾഡുള്ളത് കൊണ്ട് തന്നെ അവർ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പേ ബാക്ക് ടൈം എന്ന് പറയും. തിരിച്ചു വരുന്ന സമയത്ത് ഈ പേ ബാക്ക് എന്നല്ല പറയുക, അതായത് തിരിച്ച് വരുന്ന സമയത്ത് ഡബിൾ ശക്തിയോട് കൂടി ആയിരിക്കണം. കാരണം അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റംസ് ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനൊരു സംഗതി ഈ സാറിന് അറിയാമെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബേഴ്സ് പറഞ്ഞിട്ട് കാര്യങ്ങൾ കൊണ്ടുവരേണ്ട സിറ്റുവേഷനിലേക്ക് വന്നു. പുള്ളിക്കത് തുറന്ന് പറയാമായിരുന്നു എന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ കേസ് പൊങ്ങി വന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ആ കുട്ടിക്കാണ്, ആ പെൺകുട്ടിക്കാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞിരുന്നു, ഇങ്ങനൊരു കേസ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളതിൻ്റെ ബാക്കിൽ ഗ്രാവിറ്റി അറിയാത്തതുകൊണ്ട് കേട്ടോ, ഇങ്ങനൊരു കേസ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്ന ആ പെൺകുട്ടിക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഇൻ അഡ്മിറ്റിംഗ് ഇറ്റ്. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഞാൻ അങ്ങനെ, പക്ഷേ നമ്മൾ അറിയില്ലായിരുന്നു ഒരു മഞ്ഞുമലയാണ് അടിയിൽ ഇത്ര അധികം സംഗതികൾ കിടക്കുന്നുണ്ടെന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ പ്രകാരം ഈ കുട്ടിയെ എലിമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം നോക്കി നിൽക്കുകയായിരുന്നു ഈ നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയഗിരിജിയും മകനും. വിവാഹം നടത്തുക, 2-3 വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയുക, ഇല്ലാതാക്കുക. അതിനുശേഷം സ്വന്തം മകന് ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ പദ്ധതി. പക്ഷെ അത് പൊളിഞ്ഞു. അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇരയാക്കപ്പെട്ട പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതിന് നമുക്ക് സോഷ്യൽ മീഡിയയെ ഒരുപാട് നന്ദി പറഞ്ഞേ മതിയാവും. അതെ, ഇത്രയും വലിയൊരു ഫ്രോഡ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു യുദ്ധം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ കേസ്, കല്യാണത്തിന്റെ കാര്യമൊക്കെ അറിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചെറുക്കനും ഇത് തന്നെയായിരുന്നോ പ്ലാൻ? കെട്ടുക, 2 വർഷം കഴിയുമ്പോൾ? ഇവരുടെ പ്ലാൻ ഇത് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണ് എന്നുള്ള സംഭവം കല്യാണത്തിന് മുമ്പേ ഞാൻ അറിഞ്ഞ സംഭവമാണ്. അതേ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഇവരുടെ പ്ലാൻ ഈ വിവാഹം പൊതുജനങ്ങൾ അറിഞ്ഞ് നടത്തി കൊടുക്കുക, അതിനുശേഷം ഈ പെൺകുട്ടിയെ തട്ടിക്കളയുക. അത് കഴിഞ്ഞിട്ട് അവർക്കിഷ്ടപ്പെട്ട വിവാഹം നടത്താൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്. പക്ഷെ നടന്നത് വേറൊരു രീതിയിലായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ആ സ്ഥാപനത്തിൽ വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം, ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു. അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. എൻ്റെ മോനെ അവിടെ കൂടെ കൊടുക്കാനുള്ളതല്ല, എൻ്റെ മോൻ അല്ല, സ്വന്തം അമ്മ പറയാം എൻ്റെ മോൻ നല്ല മോനാ,
അവൾ പിഴച്ചതാണ്. ആ പിഴച്ചതിൻ്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ എൻ്റെ മോനെ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പെറ്റ തള്ള പറയുമ്പോൾ ആ ഒരു അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും. വളരെ മോശമായ രീതിയിലാണ് അവർ ജീവിച്ചത്. അത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ, അതിലൊന്നും നമുക്ക് പരാതിയൊന്നും ഇല്ല. പക്ഷെങ്കിൽ ഇതിനകത്ത് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന നോക്കൂ, ഇനീഷ്യലി ഇവർ ഈ ഒരു കല്യാണം, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുള്ള ഈ ഒരു ചടങ്ങ് എന്താ പറയുക, എന്തുപോലെയാണ് ഇതിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടാടിയതെന്ന് ആലോചിക്കല്ലേ ഓരോ വ്യക്തി. കാരണം ഇത്ര അധികം നന്മ ചെയ്യുന്ന ഒരു സ്ത്രീ ഈ ലോകത്ത്, ഇത്ര അധികം നന്മ ചെയ്യുന്ന ഒരു അമ്മ ഈ ലോകത്ത് ഉണ്ടായിരിക്കുമോ എന്നാണ് ആൾക്കാർ പറഞ്ഞിരുന്നത്. കാരണം വെച്ചാൽ സ്വന്തം മകനെ അതേ അനാഥാലയത്തിലുള്ള, സ്വന്തം നടത്തുന്ന അനാഥാലയത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുള്ള സ്ത്രീ. നിങ്ങൾ ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ആ ചാനൽസിൽ നടന്നിട്ടുള്ള ആ ഇൻ്റർവ്യൂ, ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ മനസ്സിലേ ഉണ്ടായിരിക്കും. ആ നടന്നിട്ടുള്ള ഇൻ്റർവ്യൂ അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഫൈനലി ഇപ്പോൾ അവർ ഏതൊരു പഴയ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിലും കൂടി അവരിരുന്ന് പറയുന്ന സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞാലേ ഇത്രയ്ക്ക് വലിയ അഭിനയ സിംഗങ്ങളാണെന്നുള്ളത് സമ്മതിക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ഏറ്റവും പറയപ്പെടേണ്ട ഒരു വിഷയം ഡെഡ് ബോഡി വിൽക്കുക എന്നുള്ളതാണ്. ഒരു 4-5 വർഷം മുമ്പ് നമ്മുടെ ഒരു അന്തേവാസി മരണപ്പെട്ടപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഡെഡ് ബോഡി കൊടുത്തു. അത് പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയും പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം ഇത് പേപ്പറിൽ വന്നു. കന്നഡി ചാക്കോ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടത്തി വരുന്ന നെസ്റ്റ് എന്ന സ്ഥാപനത്തിലെ അന്തേവാസിയുടെ ഡെഡ് ബോഡി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സമർപ്പിച്ചു എന്ന് വാർത്ത വന്നു. വാർത്ത വന്നതിൻ്റെ അന്നത്തെ ദിവസം എന്നെ ഒരാൾ ഫോണിൽ വിളിച്ച്, നിങ്ങളതിന് അങ്ങനെ കൊടുത്തേ, 3-4 ലക്ഷം രൂപ കിട്ടിയതിന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഡെഡ് ബോഡി കച്ചവടവും കേരളത്തിൽ സുലഭമായിട്ട് നടക്കും. ഈ സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഇതുപോലെ സിനിമ ആവുന്ന സംഗതികളുണ്ടല്ലോ, സിനിമയിലേക്ക് വരുന്ന പല സംഗതികളും ജീവിതത്തിൽ നിർത്തിയിട്ടുള്ള പല ഏടുകളാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റിയൽ ലൈഫ് നടക്കുന്നതാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ? എന്നാൽ ആലോചിക്കും, ഞാൻ സത്യം പറഞ്ഞാൽ ഈ കേസ് കേട്ട സമയത്തൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയും ചില കളികളുണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് ക്രൂക്കഡായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഒരിക്കലും ഇതുപോലത്തെ ഒരു സംഭവം, ശരിയാണ്, പല കാര്യങ്ങളുണ്ടായിരിക്കാം, കുട്ടികൾ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ഉണ്ട് എന്നല്ല പറയുന്നത്, ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, ആരോപണങ്ങളാണോ എന്നുള്ള അറിയില്ല. എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിന് പുറകെ നടക്കുന്നുണ്ട് എന്നുള്ള ഇതുപോലത്തെ സ്വരമൊക്കെ വന്ന് പറയുന്ന സമയത്ത് നമ്മൾ അറിയുന്നുള്ളൂ. ഉദയഗിരിജ ഈ സ്ഥാപനം തുടക്കമിടുന്നതിന് മുമ്പ് നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിലെ ഒരു ഏജൻറ്റ് വിഷയം എന്ന് വെച്ചാൽ ഏജൻറ്റായിട്ട് അവിടുത്തെ ഈ കളക്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്ത ആളാണ്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥാപനം നടത്തുന്ന കുറേ പേരുണ്ട് അവിടെ ജോലി ചെയ്തവരാണ്. അതിലൊരാളായിരുന്നു ഉദയഗിരിജ. ഉദയഗിരിജയുടെ ആദ്യത്തെ ഭർത്താവ്, യഥാർത്ഥ ഭർത്താവ് മരണപ്പെട്ടത് ഉദയഗിരിജയുടെ അടുത്ത് വെച്ച് തന്നെ ഉദയഗിരിജയുടെ കാമുകൻ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അതിൽ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അത് പോലീസ് ഇവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. പകരം കാമുകൻ ശിക്ഷ അനുഭവിക്കുന്നു. കാമുകൻ ഇപ്പോഴും ജയിലിലാണ്. അതിനുശേഷം ഗാന്ധി ഭവനിൽ നിന്നാണ് പുള്ളിക്കാരത്തി ഇത് തുടങ്ങുന്നത് അല്ലേ? അതിനുശേഷമാണ് അത് അവർ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് 2009 എന്തോ മരണപ്പെട്ടു തുടങ്ങിയതാണെന്നും 2011 ഭർത്താവ് മരണപ്പെട്ടു എന്നും. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. അദ്ദേഹം ഉള്ളപ്പോൾ ഈ സ്ഥാപനം ഇല്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു 2ാം കല്യാണം നടന്നല്ലോ, അദ്ദേഹം ഒരു പക്കാ ഫ്രോഡും ഒരു റൗഡിയുമാണ്. അതേ ഈ ഭാര്യാവര് ഈ 2ാമത് കല്യാണം കഴിച്ചവൻ ആ കുടുംബമൊക്കെ കെട്ടി കണ്ണടയൊക്കെ വെച്ചിട്ട് അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, ഇവന് മിണ്ടാൻ അറിയില്ലേ, ഒരു മണ്ണുണ്ണിയാണല്ലോ ഈ സ്ത്രീ കല്യാണം കഴിച്ചത്, ഒരു മിണ്ടാൻ അറിയാത്തൊരു വ്യക്തിനെയാണല്ലോ ഈ സ്ത്രീ കല്യാണം കഴിച്ചത്, ഒരു പൊട്ടനെയാണല്ലോ ഈ സ്ത്രീ കല്യാണം കഴിച്ചത്. ഇതുപോലുള്ള കമൻസ് കൊണ്ട് ഫ്ലഡഡ് ആയിരുന്നു അവരുടെ വീഡിയോസിൻ്റെ അടിഭാഗം മുഴുവനും. ഒന്നും കൂടി നല്ല രീതിയിൽ അയാളെന്തോ പിടിച്ചു കെട്ടിക്കുന്ന പോലെ തോന്നുന്നു, ഇവനൊരു മണ്ണുണ്ണിയാണ്. ഞാൻ ഈ ഒരു കമൻ്റ് തന്നെ ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. ഇത് ഇങ്ങനെയാണ് ആൾക്കാർ ഇത് പെർസീവ് ചെയ്ത് കണ്ടിരുന്നത് ഇങ്ങനെയാണ്. ആ ചങ്ങാതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ മാത്രമല്ല, സ്വന്തം ഭർത്താവിന്
കൊന്നിട്ട് അല്ലെങ്കിൽ കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ട് അതിന് കൂട്ടു നിന്നിട്ട് അതേ ഫോട്ടോ തന്നെ കൊണ്ടുവച്ചിട്ട് അനാഥാലയം നടത്തുന്ന പറയാതിരിക്കാൻ വയ്യ. എന്താ അല്ലാതെ പറയല്ലേ. ഒക്കെ ഈ തടിക്കച്ചവടത്തിന് വന്നില്ല ഞാൻ അറിഞ്ഞത്. പക്ക പോക്കര് ജീവിതം ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എങ്ങനെ അവർ തമ്മിൽ അത് ഇവർ തമ്മിലുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. വിവാഹം കഴിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ഇനി ബാക്കി അമ്മമാരെയോട് രക്ഷപ്പെടുത്തണം. അതാണ് നമ്മുടെ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നസീമയുടെ മരണത്തിന്റെ ഒരു ചുരുള് അഴിയേണ്ടതുണ്ട്. നസീമയുടെ മരണത്തിൽ അത് അറിയേണ്ടതുണ്ട്. നസീമയുടെ മാത്രമല്ല, ഈ അനാഥാലയങ്ങളിൽ മരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഡെഡ് ബോഡി എവിടെ പോകുന്നു അറിയണം. എനിക്കറിയാൻ കഴിഞ്ഞത്, ഇപ്പോൾ ഒരു നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ തെളിവ് എന്താ തെളിവെന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ നമ്മുടെ തെളിവില്ല. നമുക്ക് അതുകൊണ്ട് പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവരുടെ ഒരു ഡെഡ് ബോഡി ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുക, അവിടെ നിന്നൊരു ശവപ്പെട്ടി വാങ്ങിക്കും. ആ പെട്ടിയിൽ കൊണ്ടുവരുന്ന പഴയ ഡെഡ് ബോഡിയുടെ എല്ലും കൂടോ, ആ എല്ലും കൂടോ അതാണ് തിരിച്ചു കൊണ്ടിരുന്നത്. അടക്കം ചെയ്യുന്നിടത്ത് ഇത് തുറന്ന് കാണിക്കുകയില്ല. അടക്കം ചെയ്യും. ഈ ഡെഡ് ബോഡി കൊടുക്കുമ്പോൾ ഭീമമായ തുകയായിരിക്കും കിട്ടുന്നത്. അത് ഓരോ പ്രായത്തിനനുസരിച്ചാണ് ഇവർക്ക് എമൗണ്ടൊക്കെ പറയുന്ന കേൾക്കുന്നത്. കാരണം 30 വയസ്സിന് താഴെയുള്ളവർക്കൊരു എമൗണ്ട്, വലിയ എമൗണ്ട്. 30 വയസ്സിന് 50 വയസ്സുള്ളവർക്കൊരു എമൗണ്ട്, 60 വയസ്സ് കഴിഞ്ഞവർക്കൊരു എമൗണ്ട്. ഇതൊക്കെയാണ്. പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ തെളിവായിട്ട് ഒരു 5-6 വർഷം മുമ്പാണ്. അതിൻ്റെ ഒന്നും എനിക്ക് ഫോൺ റെക്കോർഡൊന്നും അന്ന് എനിക്ക് ചെയ്യാനില്ലായിരുന്നു. ഒന്നും പറയാനില്ല. നരകതുല്യമായിട്ടുള്ള ജീവിതം ജീവിച്ച് തീർക്കാൻ ഒരു പറ്റം ആൾക്കാരല്ലേ, അവർ ജീവിക്കുന്ന സമയത്തും അവരുടെ ജീവിതം നരകതുല്യം. അത്രയും ബുദ്ധിമുട്ടി അവർ ഈ ലോകത്തുനിന്ന് ജനിക്കുന്നതേ അങ്ങനെ, അത്രയും പ്രശ്നങ്ങളോട് കൂടിയിട്ട്. പിന്നെ അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ, ആരോരും ഇല്ലാതെ ആരോർക്കും വേണ്ടാതെ കൊണ്ട് തള്ളുക. അവിടെ കിടന്ന് അവർ അത്രയും നരകയാതന അനുഭവിക്കുക, ബുദ്ധിമുട്ടുക. മരിച്ചതിന് ശേഷം പോലും ആ മൃതദേഹത്തിന് പോലും ഒരു നീതി ലഭിക്കാത്ത രീതിയിലാണ് അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭൗതിക ശരീരത്തിന് പോലും ആ ഒരു എന്താ പറയുക, ഒരു വളരെ മിനിമം വരുന്നൊരു മാനുഷിക പരിഗണന ഇതുപോലും കിട്ടാതിരിക്കുന്ന അവസ്ഥ. എന്നിട്ട് ഇതിനൊക്കെ കാരണക്കാരായ ആൾക്കാർ സ്കോട്ട് ഫ്രീ ആയിട്ട് നടക്കുക. ഇപ്പോഴും അവരെവിടെയാണെന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഒരു തിരിച്ചുവരവ് സ്വപ്നം കണ്ടല്ലേ, തിരിച്ചുവരവ് കുറിച്ചിട്ട് വെച്ചിട്ട് ഇരിക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ അതായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ എവിടെയോ ദൈവത്തിൻ്റെ ഒരു കൈയൊപ്പ്, ദൈവത്തിൻ്റെ ഒരു കൈ എന്ന് പറയുന്ന പോലെ ആയിരിക്കണം അവർക്ക് ആ ഒരു വീഡിയോ, ആ ഒരു കുട്ടിയുടെ വളകാപ്പിൻ്റെയും ആ പറഞ്ഞിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ, ഇത് പറയാനും തോന്നുന്ന കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. ഞാനിപ്പോൾ നിങ്ങളെ നോക്കുന്ന ഈ ക്യാമറ, അതിൻ്റെ പുറകിലിരിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര പവറാണ്. അതുപോലെ ശക്തിയായിട്ടുള്ള, ഇപ്പം വീണ്ടും ഞാൻ പറഞ്ഞു ഷീടോക്സ് ആയിരിക്കണം കൊണ്ടുവന്നതാണ് എൻ്റെ ഇതിൽ. അപ്പോൾ ആ കുട്ടിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം, ഞാൻ അതിനോട് എക്സ്ട്രീംലി ഞാനൊന്ന് സോറി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും അതുപോലെ അപ്പുറത്തിരിക്കുന്ന വ്യക്തികൾ, കാണുന്ന വ്യക്തികൾ പൊതുജനം പലവിധമാണല്ലേ. അതുപോലത്തെ ആൾക്കാർ ഈ ദൈവത്തിൻ്റെ ഈ കയ്യൊപ്പ് എന്ന പോലെ ഈ സംഗതി കണ്ടുപിടിച്ച ഒരൊറ്റ കാര്യം കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ബൈ നൗ ഇപ്പോഴെങ്കിലും ഇനി അതല്ല, ഇതൊക്കെ ഇവർക്ക് തിരിച്ചു വരാനുള്ളൊരു ഇതാണോ എന്നുള്ളത് അറിയില്ല. കാരണം കുറ്റവിമുക്തരായിട്ട് തിരിച്ചു വരുന്നൊരു സിറ്റുവേഷനൊക്കെ നമ്മൾ പല സിറ്റുവേഷനിലും നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ തിരിച്ചു വരാനുള്ളൊരു പരിപാടിയാണോ അതെന്നുള്ളത് അറിയില്ല. എന്തായാലും ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ഒന്നും അവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.